മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഞാൻ കഴിഞ്ഞ 2 പ്രഭാഷണത്തിൽ ഏതാനും മിനിറ്റുകൾ മുമ്പ് നൽകിയ പ്രഭാഷണത്തിൽ പാലക്കാട് ജില്ലയിലെ പ്രഭാഷണത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. പഴനിയിൽ ദർശനത്തിന് പോയതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, പാലക്കാട് ജില്ലയിൽ നടന്ന പ്രധാനപ്പെട്ട പ്രഭാഷണങ്ങൾ അത് ഓഡിയോ എടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കും പലരുടെയും നിർദ്ദേശപ്രകാരം. സ്വാഭാവികമായിട്ടും കുറേ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ പ്രഭാഷണത്തിലും പറയുന്നത് കൊണ്ട് ആവർത്തന വിരസത തോന്നാൻ സാധ്യതയുണ്ട്. എങ്കിലും പ്രിന്റഡ് നോട്ട് കയ്യിൽ കൊടുത്ത് ക്ലാസ് എടുക്കുന്നത് അതിൽ മിക്കവാറും പറഞ്ഞത് തന്നെ ആയിരിക്കും പ്രിന്റഡ് നോട്ടിലൂടെ ഉള്ള ക്ലാസ്സിൽ പറയാറുള്ളത്. അതെല്ലാം നമുക്ക് പഠിക്കാനുള്ളതാണ്. പല ആവർത്തി കേട്ടാൽ അത് കുറേ കൂടി മനസ്സിലും മസ്തിഷ്കത്തിലും ഉറയ്ക്കുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ എല്ലായിടത്തും നല്ല ഹാർഡ് കോർ ഇടതുപക്ഷക്കാര് ഭരിക്കുന്ന സ്ഥലത്തും കേൾക്കാൻ വന്നിരിക്കുന്ന സ്ഥലത്തും ഞാൻ പറയുകയുണ്ടായി, എല്ലായിടത്തും കോമൺ ആയിട്ട് പറയുകയുണ്ടായി, ഒരു ഹിന്ദുവായി ജനിച്ചതിൽ അഭിമാനിക്കണം. ഒരു 100 ജന്മമുണ്ടെങ്കിൽ ഹിന്ദുവായി തന്നെ പരമപവിത്രമായ ഭാരതത്തിൻ്റെ മടിത്തട്ടിൽ ജനിക്കാൻ അനുഗ്രഹം ചൊരിയണമേ ഭാരതമാതാവേ എന്ന് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. ഇന്ന് ഹിന്ദു എന്ന് പറയുന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ദൃഷ്ടിയിൽ വർഗീയമാണ്. ആയിരക്കണക്കിന് വർഷങ്ങളിൽ നമ്മുടെ ഋഷീശ്വരന്മാർ കയ്യിൽ കൊണ്ടു നടന്നിരുന്ന കൊടിയും ധരിച്ചിരുന്ന കാവ്യ വസ്ത്രവും അത് വർഗീയമാണെന്ന്. സംസ്കൃത ഭാഷ വർഗീയമാണ്. രാമായണത്തെ അതിശക്തമായിട്ട് വിമർശിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ഈ ജി സുധാകരൻ അടുത്ത കാലത്ത് പറയുകയുണ്ടായി, പാവങ്ങൾക്ക് രക്ഷ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മാത്രമാണെന്ന്. ഒരു മാനസിക രോഗിയുടെ ലെവലിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജൽപ്പനങ്ങൾ നടത്തുന്ന അദ്ദേഹം ഹിന്ദുക്കൾ ചെയ്യുന്ന നന്മകളൊന്നും ശ്രദ്ധിക്കാതെ സ്വന്തം അമ്മയെ വേശ്യ എന്ന് വിളിക്കുന്ന ലെവലിലേക്ക് താഴ്ന്നു എന്ന് ഈ സദസ്സുകളിൽ പറയേണ്ടായി. ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്ത്യാനിയായതിൽ അഭിമാനിക്കുന്നു. അവർ ബൈബിള് പഠിക്കുന്നു, പള്ളികൾ പുതിയതുണ്ടാക്കുന്നു. ഇവിടുത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാർക്കും ഒരു യുക്തിവാദികൾക്കും ഒരു വിഷമവുമില്ല. ഗവൺമെന്റ് ചെലവിൽ നടത്തുന്ന ആയിരക്കണക്കിന് മദ്രസകളിൽ ഖുറാനും ഇസ്ലാമിൻ്റേത് മാത്രമാണ് പ്രചരിപ്പിക്കുന്നത്. അതിലും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കും യുക്തിവാദികൾക്കും ഒരു വിരോധവും ഇല്ല. ശബരിമലയിൽ ചെന്ന് മൂകൻ സംസാരിച്ചു എന്നുള്ളത് വെരിഫൈ ചെയ്യാനായിട്ട് യുക്തിവാദികൾ കണ്ണൂർ ചെന്നിട്ട് അയാൾ യഥാർത്ഥത്തിൽ സംസാരിച്ചതാണോ എന്ന് അന്വേഷിക്കുകയുണ്ടായി. പക്ഷേ കേരളത്തിലും കേരളത്തിന് പുറത്തും മുടന്തൻ നടക്കുന്നു, ചെകിടൻ കേൾക്കുന്നു, അന്ധൻ കാണുന്നു, മൂകൻ സംസാരിക്കുന്നു എന്നെല്ലാം പറഞ്ഞ് നെഞ്ചത്തടിച്ച് യഹോവ സാക്ഷികളും കൂടെയുള്ളവരും നടത്തുന്ന സുവിശേഷത്തിൻ്റെ സൈറ്റിലേക്ക് ഒരു യുക്തിവാദിയും പോയിട്ടില്ല. ഇതെല്ലാം 500ഉം 1000ഉം രൂപ കൊടുത്തിട്ട് നല്ലോണം നടക്കാവുന്നവനെ മുടന്തനാക്കിയിട്ട് അവൻ നടക്കുകയാണെന്നും, സംസാരിക്കാൻ കഴിവുള്ളവനെ മൂകനെ പോലെ, കേൾക്കാൻ കഴിവുള്ളവനെ ചെകിടനെ പോലെ, കാണാൻ കഴിവുള്ളവനെ അന്ധനെ പോലെ അഭിനയിപ്പിച്ച് സ്റ്റേജിൽ വന്ന് അവൻ കേൾക്കുന്നു എന്നൊക്കെ വരുത്തി തീർത്ത് അതിൻ്റെ പേരിൽ കോടികളിട്ട് വാരി ഇൻകം ടാക്സ് പോലും കൊടുക്കാതെ സുവിശേഷം നടത്തുന്ന അവരുടെ ഹീനമായ കൃത്യങ്ങളെ വെരിഫൈ ചെയ്യാൻ ഇവിടെ ഒരു യുക്തിവാദിയും ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഇല്ലെന്നും എല്ലാ പ്രഭാഷണങ്ങളിലും ഞാൻ എടുത്തു പറഞ്ഞു. കൂടാതെ വളരെ വ്യക്തമായിട്ട് മദർ തെരേസ ഏത് രീതിയിലാണ് പുണ്യവാളത്തി ആയത്, അവര് ചെയ്തതെല്ലാം ജനം TV-യിൽ ഈ മാസം 11, 12 തീയതികളിൽ വന്നത് വളരെ വളരെ ഭംഗിയായിട്ട് അത് വിവരിക്കേണ്ടായി. പൊളിച്ചെഴുത്ത് എന്നുള്ളതിൽ വന്നത് 2 ദിവസം വന്നത് ഞാനവിടെ വിവരിക്കേണ്ടായി. ആ മദർ തെരേസയും അവർ ചെയ്തത് എന്താണ്, മാതാ അമൃതാനന്ദമയി ചെയ്യുന്നത് എന്താണ് ഒന്ന് കമ്പയർ ചെയ്യാനും ഇവരോട് പറഞ്ഞു. മാത്രമല്ല, ഒരു പള്ളിയിലെ അച്ഛൻ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ പിഴപ്പിച്ചതിന് 2 ജീവപര്യന്തം തടവ് ഹൈക്കോടതി വിധിച്ചതിനെ കുറിച്ചും ഇതൊന്നുമില്ലാതെ മാതാ അമൃതാനന്ദമയ്യെ ഒരു
തൻ്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വിദേശ വനിതയെ അവഹേളിച്ചു എന്ന് ഇല്ലാത്തത് ഉണ്ടാക്കി കൈരളി ചാനലിൽ ബ്രിട്ടാസ് ഉണ്ടാക്കിയ കഥയും, ന്യൂയോർക്കിൽ ചെന്ന ആ സ്ത്രീയെ ഇന്റർവ്യൂ നടത്തിയിട്ട് അമൃതാനന്ദമയ്യെ താറടിക്കാൻ വേണ്ടി ചെയ്തതും, അവരെ ഇന്റർവ്യൂ നടത്തിയിട്ട് അമൃതാനന്ദമയ്ക്കെതിരെ ചെയ്തതും, ഈ പള്ളിയിലച്ഛനെ ഇന്റർവ്യൂ നടത്താതെ അല്ലെങ്കിൽ 9ാം ക്ലാസ്സിലെ കുട്ടിയെ ഇന്റർവ്യൂ നടത്താതെ അവരെ വെറുതെ വിട്ടതുമെല്ലാം അറിയണം. ഹിന്ദുവിനെ അവഹേളിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ദേശാഭിമാനിയും കൈരളി ചാനലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും യുക്തിവാദിയും കുറച്ച് ക്രിസ്ത്യാനികളും കുറേ മുസ്ലിങ്ങളും എല്ലാം എങ്ങനെയാണ് ഹിന്ദുവിനെതിരെ പ്രവർത്തിക്കുന്നത്, പ്രതികരിക്കുന്നത്, ഹിന്ദുവിനെ താറടിച്ച് കാണിക്കാനും എല്ലാ ഹിന്ദുക്കളും RSSകാരും BJPക്കാരാണെന്നുള്ള രീതിയിലും എല്ലാം പ്രതികരിച്ച് ആ RSS ഭീകര സംഘടനയാണെന്നും BJP ഭീകര സംഘടനയാണ്, വിശ്വ ഹിന്ദു പരിഷത്ത് ഭീകര സംഘടനയാണ്, ഇവിടെ തെക്കേ അറ്റം മുതൽക്ക് വടക്കേ അറ്റം വരെ തീവ്രവാദം പരത്തിയിരുന്ന മദനിയുടെ കൂട്ടത്തിൽ നിന്ന് ഫോട്ടോ എടുത്ത് മദനിയുടെ മകളുടെ കല്യാണത്തിന് അകത്ത് ചെന്നിരുന്ന് ഫോട്ടോ എടുത്ത പാർട്ടിയാണ് ഇപ്പൊ കേരളം ഭരിക്കുന്നതെന്നും നിങ്ങൾ അറിയണം. വളരെ വ്യക്തമായിട്ട് എല്ലാ സദസ്സുകളിലും ഇത് പറയേണ്ടായി. എന്നിട്ട് പറഞ്ഞു, നമ്മുടെ പൈതൃകത്തിന്റെ നന്മകൾ പഠിക്കണം. ഒരു ഹിന്ദുവാണ് എന്ന് തല ഉയർത്തി നിന്ന് പറയാൻ നമ്മൾ പഠിക്കണം. അത് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കണം. നമ്മൾ ഒരിക്കലും ഹൈന്ദവ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ എന്നും പ്രാർത്ഥിച്ചത് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് തന്നെയാണ്. നമ്മൾ എന്നും പ്രാർത്ഥിച്ചത് സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ എന്ന് തന്നെയാണ്. ഇനിയും നമ്മൾ അത് തന്നെ പ്രാർത്ഥിക്കുള്ളൂ. ഭാരതത്തിൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും സുഖമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഹിന്ദുക്കൾ ഇപ്പൊ ഭൂരിപക്ഷമുള്ളത് കൊണ്ടാണ്. എവിടെയാണോ ഹിന്ദുക്കൾ ന്യൂനപക്ഷമായത്, 1 കോടി ഹിന്ദുക്കൾ ഉണ്ടായിരുന്ന പാകിസ്ഥാനില് ഇപ്പൊ 2 ലക്ഷം ഹിന്ദുക്കളെ ഉള്ളൂ. അവരും ഏതാണ്ട് മുസ്ലിങ്ങളായ മാതിരിയാണ്. 22 ലക്ഷം ഹിന്ദുക്കൾ ഉണ്ടായിരുന്ന ബംഗ്ലാദേശില് 50,000-ൽ താഴെ ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ. പാകിസ്ഥാനിൽ ഒരൊറ്റ ക്ഷേത്രം പോലും ഇപ്പൊ നിലനിൽക്കുന്നില്ല. ഏതാണ്ട് 1000കണക്കിന് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്ന ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കാം. ഭാരത ജനത, ഹൈന്ദവ ജനത മതം മാറുമ്പോൾ ആ മതം മാറിയതിന് മുമ്പ് അവിടെ എങ്ങനെയുണ്ടായിരുന്നു, മതം മാറിയതിന് ശേഷം എങ്ങനെയുണ്ട് എന്നുള്ളത് കൂടി ചിന്തിക്കാൻ എല്ലാവരോടും വളരെ വ്യക്തമായിട്ട് പറയുകയും, ഹൈന്ദവ ജനതയെ ഒരു വശത്ത് ഒരു ക്ഷേത്രം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസങ്ങൾ ഇല്ലാതെയാകുമെന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിക്കാർ തന്നെ ഇപ്പൊ എന്ത് ചെയ്യുന്നു? വർക്കല ശിവഗിരി തീർത്ഥാടനത്തിന് ഉദ്ഘാടനത്തിന് പോയ പിണറായി വിജയൻ സാറ് ആ ശാരദാദേവിയുടെ മുമ്പിൽ കൈകൂപ്പി നിന്നതും, VS അച്യുതാനന്ദന്റെ മകൻ എല്ലാ മാസവും ഗുരുവായൂർ തൊഴാൻ പോകുന്നതും, കോടിയേരി ബാലകൃഷ്ണൻ സാറിന്റെ വീട്ടിൽ തിരുപ്പതി വെങ്കടാചലപതിയുടെ ഡസൻ കണക്കിന് ചിത്രം വെച്ചിരിക്കുന്നതും, നമ്മുടെ വേദവും സ്മൃതി ഗ്രന്ഥങ്ങളെ കത്തിച്ച അതേ KR ഗൗരിയമ്മ ചക്കുളത്തുകാവിൽ നാരീ പൂജയ്ക്ക് പോകുന്നതും, ഈ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കൾ ജയരാജ് അമ്പലത്തിൽ കാസർഗോഡ് എന്നിട്ട് ചർച്ച നടത്തിയതും, അവരുടെ കുടുംബാംഗങ്ങൾ തന്നെ അമ്പലത്തിന് വേണ്ടിയിട്ട് 1 ഏക്കറും തടിയും ബാക്കി എല്ലാ സ്ഥലവും സാധനങ്ങളും കൊടുത്തതും, ഒരു വശത്ത് അമ്പലത്തിന് അനുകൂലിക്കുന്ന വിധത്തിൽ നിരന്തരം പ്രവർത്തിക്കുക, KT ജലീലും അതുപോലെ തന്നെ ദേവസ്വം മന്ത്രി എല്ലാം അവിടെ ചെന്ന് തൊഴുത് പ്രാർത്ഥിച്ച് തിരിച്ചു വന്ന് കമ്മ്യൂണിസ്റ്റുകാരനായ KT ജലീല് നിരന്തരം ഇനി എല്ലാ വർഷവും ഞാൻ വരുമെന്ന് പറയുകയും, ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ പല പ്രാവശ്യം ശബരിമലയിൽ പോയി തൊഴുതതും, അതേപോലെ തന്നെ പണ്ട് തൊഴാതിരുന്ന G സുധാകരൻ ശബരിമലയിൽ ചെന്ന് തൊഴുത് പ്രാർത്ഥിച്ച് പ്രസാദം മേടിക്കുകയൊക്കെ ചെയ്യാം. ഒരു വശത്ത് ക്ഷേത്രങ്ങളിലെല്ലാം സന്ദർശനം നടത്തി പ്രാർത്ഥിച്ച് പ്രസാദം വാങ്ങിക്കുക, അത് കഴിഞ്ഞ് ആ ക്ഷേത്രത്തെയും ഹിന്ദു ധർമ്മത്തെയും സംസ്കാരത്തെയും അവഹേളിക്കുന്നത്, പാലക്കാടിലെ ഓരോ ജനതയും തിരിച്ചറിയണമെന്നും അതിനെതിരെ പ്രതികരിക്കണമെന്നും പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങി വന്നത്. അസാധാരണമായിട്ടുള്ള റിസപ്ഷൻ ആയിരുന്നു ഈ വിഷയങ്ങളിലെ ക്ലാസ് എടുത്തപ്പോൾ ഉണ്ടായത് എന്നും എനിക്ക് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ സംതൃപ്തിയോടുകൂടി നിങ്ങളോട് പറയാൻ സാധിക്കും. പ്രണാമം, നമസ്കാരം.